ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ വരുമാനം ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കിടിലൻ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുമായിട്ടാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് റെഡ്മിൽ എന്നാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് സർവീസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ സാധിക്കും, DTH റീചാർജ് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫീച്ചറുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സർവീസുകൾ നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. സോ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് എന്ന രീതിയിലും നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഈ ഒരു സർവീസുകൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കമ്മീഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കസിന് വേണ്ടിയിട്ട് ഒരു ലോണിന് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ആ ലോൺ സാങ്ഷൻ ആയി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. അങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈൻ പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. സോ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾക്ക് ആദ്യം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്ത് ഒരു OTP വരും. അത് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മളുടെ പേര്, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവിടെ നമ്മൾക്കൊരു മാൾ ID കൊടുക്കണം. മാൽ ID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു യൂസർ ID, ഇപ്പോൾ നമ്മൾ പലയിടത്തും യൂസർ ID കൊടുക്കാറില്ല. അതുപോലെ ഒരു യൂസർ ID സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ക്രിയേറ്റ് പിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് പിന്നിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളൊരു പിന്ന് ക്രിയേറ്റ് ചെയ്യുക. പിന്നെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പാസ്വേഡാണ്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാസ്വേഡ് ചോദിക്കും. അതടിച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ പറ്റുന്നത്. അതിൽ നിങ്ങൾക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാങ്കിങ് സർവീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ്, ബിസിനസ് സൊല്യൂഷൻ സർവീസസ്, ഡിജിറ്റൽ ഇന്ത്യ സർവീസസ്, അങ്ങനെ ഒരുപാട് സർവീസസ് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെയൊക്കെ കമ്മീഷൻ റേറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പേ ഔട്ട് ആൻഡ് കമ്മീഷൻ ഷീറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് സർവീസുകൾ കാണാൻ സാധിക്കും. ഈ സർവീസസ് ഒക്കെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഈ ഡേറ്റ ബിൽ പേയ്മെൻറ്റ്സ് ആണ്. നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാം, റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ്സ്. സോ റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ്സിൽ വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും വോഡാഫോണിൻ്റെ കമ്മീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 2.75%, BSNL ആകുമ്പോൾ 3.75%, അതേപോലെ എയർടെൽ ആകുമ്പോൾ 1%. അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റാണ്. DTH റീചാർജിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്കൊരു 3% അല്ലെങ്കിൽ 1% എന്ന് പറഞ്ഞാൽ പോലും നല്ലൊരു കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ അത് നമുക്കറിയാം ഒരു 3 മാസത്തേക്കൊക്കെ 400 രൂപ 500 രൂപയുടെ പാക്കേജൊക്കെയാണ് ചെയ്യുന്നത് പലരും. അപ്പോൾ നമുക്കൊരു 10 റീചാർജൊക്കെ ആൾക്കാരും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കമ്മീഷൻ നമുക്ക് കിട്ടും. അതേപോലെ ഇതിൽ ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ ലോൺസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ലോൺസൊക്കെ നമുക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 0.3% ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. സോ ഒരു 50 ലക്ഷം രൂപയുടെ ലോണിന് 0.3% എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ലോൺസിൻ്റെയൊക്കെ കാര്യം നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും. വലിയ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടിയിട്ട് ആർക്കാണോ ലോണിന് വേണ്ടിയിട്ട് വേണ്ടത് അവരുടെ പേരിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാങ്ക് കസ്റ്റമറിനെ വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് ബാക്കി ബാങ്കാണ് ചെയ്യുന്നത്. ഇവർ ജസ്റ്റ് കസ്റ്റമറിനെ ബാങ്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്ന പർപ്പസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരല്ല ലോൺ കൊടുക്കുന്നത്, ബാങ്കുകളാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹൗ ടു വർക്ക് ഓർ യൂസ് ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്ന അവർ കാണിച്ചു തരും. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിനാണ് പേ ചെയ്യുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് റീചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ റീചാർജിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ചെയ്യാവുന്നുള്ളൂ. അതിലെല്ലാത്തിനും ഡിഫറെൻറ്റ് രീതിയിലുള്ള കമ്മീഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് ഡൗട്ടുകൾ വല്ല ഉണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ. സപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് രാവിലെ ഒരു 10 മണി മുതൽ 6:30 വരെ ഇവർക്ക് സപ്പോർട്ട് ടീമുണ്ട്. ലൈവാണ് ഇവർ. അതിൽ ചാറ്റ് വിത്ത് അസ് അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പേ ഔട്ട് എങ്ങനെയാണെന്നുള്ളതാണ്. ഇതിൽ നമ്മൾ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. 2 മെത്തേഡ്സ് ആണുള്ളത്, RTGS അതേപോലെ NEFT. RTGS വഴി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു 6 രൂപ അവർ പിടിക്കും. NEFT വഴി ചെയ്യുന്ന സമയത്ത് 2 രൂപ പിടിക്കും. അതേപോലെ തന്നെ മിനിമം പേ ഔട്ട് എമൗണ്ട് ഒന്നുമില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ 10 രൂപ ആയാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം NEFT വഴി ചെയ്യുന്ന സമയത്ത് 2 രൂപ മാത്രമേ പിടിക്കത്തുള്ളൂ. അത് ഓരോ ട്രാൻസാക്ഷൻ 2 രൂപ വെച്ച് പിടിക്കും. നിങ്ങൾ 10 രൂപയ്ക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്കിയാലും 2 രൂപ പിടിക്കും. അത് 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആക്കിയാലും 2 രൂപ പിടിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാം.
അതേപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ പെയ്ഡ് പ്ലാനും ഉണ്ട്, അതേപോലെ തന്നെ ഫ്രീ പ്ലാനും ഉണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഫ്രീ പ്ലാനാണ്. നിങ്ങൾക്ക് പെയ്ഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ആ പ്രൊഫൈലിൽ കയറിയാൽ മതി. നിങ്ങൾക്ക് അവിടെ പെയ്ഡിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു 4-5 ടൈപ്പ് പെയ്ഡ് പ്ലാൻസ് ഉണ്ട്. അപ്പം ഞാനിപ്പം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീ പ്ലാനായിട്ടുള്ള ഈ ബേസിക് പ്ലാൻ ഉണ്ട്, അത് റീചാർജ് ചെയ്ത കമ്മീഷൻ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര ദിവസത്തിനുള്ളിലാണ് പൈസ വരുന്നത്, എങ്ങനെയാണ് പൈസയുടെ എത്ര ദിവസത്തിനുള്ളിലാണ് വാലറ്റിലേക്ക് പൈസ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് സക്സസ് ആവും തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. പ്ലാനൊക്കെ വളരെ ഒരു 599 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ടൈം ആക്സസ് ആണ് വരുന്നത്. പിന്നെ ഫ്രാഞ്ചൈസിക്ക് 25,000 രൂപയാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.